continuous charge distribution. Charges on a body may be distributed in different ways according to the nature of the body. Depending upon the distribution of charge, we deal with different types of charge densities. The first is linear charge density. Linear charge density. What is linear charge density? Suppose the charge is distributed uniformly along a line. The line can be straight or a curve. Then the charge distribution is called linear. The linear charge density is defined as the charge per unit length. Linear. Linear charge density. What is linear charge density? It is defined as charge per unit length. It is represented by lambda. And its equation is delta Q divided by delta L. Delta Q divided by delta L. Delta Q എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന എലമെന്റിൽ ഉള്ള ടോട്ടൽ ചാർജിനെയാണ് ഡെൽറ്റ ക്യൂ. ആ എലമെന്റിന്റെ ടോട്ടൽ ലെങ്ത് ആണ് ഡെൽറ്റ എൽ. അതായത് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. അതാണ് linear charge density. Its unit is coulomb meter. Coulomb meter. Second is surface charge density. അപ്പം 1 dimensional നിന്നും 2 dimensional ആയി. Surface charge density. Surface charge density എന്ന് പറഞ്ഞാൽ എന്താണ്? When the charge is distributed over a surface. When the charge is distributed over a surface, then the charge distribution is called surface charge distribution. Surface charge density is represented by sigma and its equation is delta Q divided by delta S. Delta S is the surface element. Delta S is the surface element. Its unit is coulomb per meter square. Third is volume charge density. When the charge is distributed uniformly over a volume, then it is called volume charge distribution. And what is volume charge density? Volume charge density is represented by rho and its equation is delta Q divided by delta V and its unit is coulomb per meter cube. ഒരു exercise നമുക്ക് നോക്കാം. A spherical conducting shell of inner radius R1 and outer radius R2 has a charge capital Q. ഒരു spherical conducting shell. ആ spherical conducting ഷെല്ലിൽ നമ്മൾ Q എന്ന് പറയുന്ന ചാർജ് കൊടുത്തിരിക്കുകയാണ്. ആ spherical conducting ഷെല്ലിന്റെ outer radius R2 ആണ്, inner radius R1 ആണ്. എന്താ ചെയ്തേക്കുന്നത്? A charge small q is placed at the center of the shell. ഇതിന്റെ സെന്ററിൽ നമ്മൾ പ്ലസ് q എന്ന് പറയുന്ന ഒരു ചാർജിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ആ ഷെല്ലിൽ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ് ഓൾറെഡി ഉണ്ട്. ആ ഷെല്ലിന്റെ സെന്ററിലാണ് നമ്മൾ സ്മോൾ q എന്ന് പറയുന്ന ചാർജിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി എന്ത് സംഭവിക്കും? സ്മോൾ q എന്ന് പറയുന്ന ചാർജ് അതിന്റെ സെന്ററിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മൂലം അതിന്റെ ഇന്നർ പാർട്ടിൽ മൈനസ് q ചാർജ് വരികയും അതിന്റെ ഔട്ടർ പാർട്ടിൽ പ്ലസ് q ചാർജ് വരികയും ചെയ്യും. ഓക്കെ, ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻ ദ ഇന്നർ സർഫസ്, ഔട്ടർ സർഫസ് ഓഫ് ദി ഷെൽ. And also write the expression for the electric field at the point x. At the point x. What is x? X is greater than R2. അതായത് x എന്ന് പറയുന്നത് R2 നേക്കാൾ വലുതാണ്. അതായത് ഇതിന്റെ ഔട്ടർ പോയിന്റിൽ, ഔട്ടർ സൈഡിലുള്ള ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷനും കണ്ടുപിടിക്കണം. സെന്ററിൽ നിന്നും x അകലത്തിൽ ഉള്ള ഒരു പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും എക്സ്പ്രഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ് ഓൾറെഡി ഈ ഷെല്ലിൽ ഉണ്ട്. അത് യൂണിഫോം ആയിട്ട് അതിന്റെ ഔട്ട്സൈഡിലാണ് റിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതാണ് നമ്മൾ സ്മോൾ q എന്ന് പറയുന്ന ഒരു ചാർജ് അതിന്റെ സെന്ററിൽ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മൂലം അതിന്റെ ഇന്നർ സൈഡിൽ മൈനസ് q വരികയും ഔട്ടർ സൈഡിൽ അഡീഷണൽ ആയിട്ട് ഒരു പ്ലസ് q ചാർജ് വരികയും ചെയ്യും. അതുകൊണ്ട് ഔട്ടർ സൈഡിൽ ഇപ്പോൾ ടോട്ടൽ ചാർജ് എത്രയായി? ഔട്ടർ സൈഡിൽ ഓൾറെഡി ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. അത് കൂടാതാണ് ഇൻഡക്ഷൻ മൂലം പ്ലസ് q എന്ന് പറയുന്ന ചാർജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട്
ഔട്ട്സൈഡില് ടോട്ടൽ ചാർജ്, ഔട്ടർ സർഫസിലെ ടോട്ടൽ ചാർജ് Q പ്ലസ് ക്യാപിറ്റൽ Q ആവും. ഓക്കെ, ഇനി നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്നർ സൈഡിൽ, അതായത് R1 റേഡിയസ് ഉള്ള സ്പേസിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്ര, എങ്ങനെ എഴുതാം? ഇന്നർ സൈഡിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി, ഇന്നർ സൈഡിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി എഴുതാൻ വേണ്ടി ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ. ഇവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയാണ്? ഇന്നർ സൈഡിലെ ടോട്ടൽ ചാർജ് എത്രയാണ്? ഇൻഡക്ഷൻ പോലെ -Q ചാർജ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നർ സൈഡിലെ ടോട്ടൽ ചാർജ് -Q എഴുതി, ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ഇതിന്റെ സർഫസ് ഏരിയ നമുക്ക് റേഡിയസ് R1 ക്യാപിറ്റൽ R1 ആയതുകൊണ്ട് 4πr1² എന്ന് എഴുതാം. അതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി ഔട്ടർ സൈഡ് വന്നാലോ, ഔട്ടർ സൈഡിലെ ടോട്ടൽ ചാർജ് എത്ര ഉണ്ട്? ക്യാപിറ്റൽ Q പ്ലസ് സ്മോൾ q ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ക്യാപിറ്റൽ Q പ്ലസ് സ്മോൾ q ഡിവൈഡ് ബൈ 4πr2². R2 എന്ന് പറയുന്നത് എന്താണ്? R2 എന്ന് പറയുന്നത് ഔട്ടർ ഷെല്ലിന്റെ ഔട്ടർ റേഡിയസിലെ ഔട്ടർ റേഡിയസ് ആണ് R2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി ഔട്ട്സൈഡിലെ അല്ലെങ്കിൽ ഔട്ടർ റേഡിയസിലെ നമുക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 ആണ്. ഇവിടെ x അകലത്തിലുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് 1/4πε0 ടോട്ടൽ Q എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് വേണം. ഇവിടെ സ്മോൾ q എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഉണ്ട്, ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ് അതിന്റെ ഔട്ടർ സൈഡിലും ഉണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q പ്ലസ് സ്മോൾ q ആണ്. അതുകൊണ്ട് Q പ്ലസ് സ്മോൾ q ഡിവൈഡ് ബൈ x². അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ക്ലിയർ ആണല്ലോ? ഒരു MCQ നോക്കുക. When some charge is transferred to A, it readily gets distributed over the entire surface of A. If some charge is put on B, it stays at the same place. Here A and B refers to. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? A എന്ന് പറയുന്ന ഒരു ബോഡിയിലേക്ക് നമ്മൾ കുറച്ച് ചാർജ് കൊടുത്തു. അപ്പോൾ അത് ആ ബോഡിയുടെ സർഫസിൽ മുഴുവനായിട്ട് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നാൽ B എന്ന് പറയുന്ന മറ്റൊരു ബോഡിയിലേക്ക് നമ്മൾ ചാർജ് സപ്ലൈ ചെയ്തപ്പോൾ അത് നമ്മൾ കൊടുത്തത് എവിടെയാണോ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അത് മൂവ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടില്ല, എവിടെയാണ് കൊടുത്തത് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ A is insulator and B is conductor. രണ്ടാമത്തെ ഓപ്ഷൻ A is conductor and B is insulator. മൂന്നാമത്തെ ഓപ്ഷൻ A is insulator and B is also insulator. നാലാമത്തെ ഓപ്ഷൻ both A and B are conductors. എന്താണ് ആൻസർ? ചാറ്റ് ബോക്സിലോട്ട് ഇട്ടോളൂ. Yes, good. The answer is B. Answer is B. അതായത് ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ സർഫസിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നാൽ ഒരു ഇൻസുലേറ്ററിലേക്കാണ് നമ്മൾ ചാർജ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത് അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അതുകൊണ്ട് A is conductor and B is insulator. Next is assertion question ആണ്. The surface charge density of two spherical conductors of different radii are equal. Then electric field intensity near their surface are also equal. എന്താണ് assertion പറയുന്നത്? The surface charge density of two spherical conductors of different radius are equal. Surface charge density of two spherical conductors. അപ്പോൾ ഇവിടെ രണ്ട് spherical conductors ഉണ്ട്. ഒരെണ്ണത്തിന്റെ റേഡിയസ് R1 ആയിട്ട് എടുക്കാം, ഒരെണ്ണത്തിന്റെ റേഡിയസ് R2 ആയിട്ട് എടുക്കാം. അപ്പോൾ രണ്ടിന്റെയും റേഡിയസ് ഡിഫറെന്റ് ആണ്.
എന്നാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി, ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ 1 ആയിട്ട് എടുക്കാം, ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ 2 ആയിട്ട് എടുക്കാം. ആ ചാർജ് ഡെൻസിറ്റി സെയിം ആണ്, എന്നാൽ റേഡിയസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, then the electric field intensity near their surface are equal. അപ്പോൾ ഇതിന്റെ സർഫസിന്റെ നിയർ ബൈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, നിയർ ബൈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി രണ്ടിന്റെയും സെയിം ആണ്. അതായത് ഇതിന്റെ സെന്ററിൽ നിന്നും അതിന്റെ സർഫസിന്റെ നിയർ ബൈ പോയിന്റിലുള്ള ഒരു പോയിന്റ്, അതുപോലെ ഇതിന്റെ സർഫസിന്റെ നിയർ ബൈ പോയിന്റിലുള്ള ഒരു പോയിന്റ്, അവിടെയുള്ള സർഫസിന്റെ വളരെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റ്, ഓക്കെ, അല്ലെങ്കിൽ സർഫസിൽ തന്നെയാണെന്ന് പറയാം. സർഫസിന്റെ അടുത്തുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അസേർഷൻ പറയുന്നത്. ഓക്കെ, റീസൺ പറയുന്നതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ. സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് റീസൺ. ഏത് ഓപ്ഷൻസ് എടുക്കാം? A, B, C, D. Which option is correct? ഇവിടെ രണ്ടിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ 2 എന്ന് പറയാം. റേഡിയസ് ഡിഫറെന്റ് ആണ്, അത് നമുക്ക് R1 R2 ആയിട്ട് എടുക്കാം. അപ്പോൾ സർഫസ് സിഗ്മ 1 ഉം സിഗ്മ 2 ഉം ഈക്വൽ ആണ്. നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യാം. എന്താണ് സിഗ്മ 1? സിഗ്മ 1 ഈസ് ദി ടോട്ടൽ ചാർജ് ഓൺ ദി ഫസ്റ്റ് സ്ഫിയർ ഡിവൈഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ഫിയർ. അതെങ്ങനെ എഴുതാം? Q1 ഡിവൈഡ് ബൈ 4 pi R1 സ്ക്വയർ. ഇനി സെക്കൻഡ് സ്ഫിയറിന്റെ എടുക്കാം. സെക്കൻഡ് സ്ഫിയറിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ 2 ആണ്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതിലുള്ള ചാർജ് ഞാൻ Q2 ആയിട്ട് എടുത്തു. അതിന്റെ സർഫസ് ഏരിയ 4 pi R2 സ്ക്വയറിന് എടുത്തു. ഓക്കെ, 4 pi യും 4 pi യും ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് Q2 നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം, R1 സ്ക്വയറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് Q1 by Q2 ഈസ് ഈക്വൽ ടു R1 സ്ക്വയർ ഡിവൈഡ് ബൈ R2 സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 1 by 4 pi epsilon 0 into Q by R സ്ക്വയർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ E1 ന്റെ എങ്ങനെ എഴുതാം? E1 എന്ന് പറയുന്നത് Q1 ഡിവൈഡ് ബൈ 4 pi epsilon 0 into R1 സ്ക്വയർ എന്ന് എഴുതാം. E2 ന്റെ എങ്ങനെ എഴുതാം? Q2 ഡിവൈഡ് ബൈ 4 pi epsilon 0 into R2 സ്ക്വയർ എന്ന് എഴുതാം. R2 സ്ക്വയർ. ഓക്കെ, R2 സ്ക്വയർ. അപ്പം E1 ഡിവൈഡ് ബൈ E2 എങ്ങനെ എഴുതാം? E1 ഡിവൈഡ് ബൈ E2 നെ നമുക്ക് എങ്ങനെ എഴുതാം? Q1 ഡിവൈഡ് ബൈ 4 pi epsilon 0 into R1 സ്ക്വയർ into 4 pi epsilon 0 into R2 സ്ക്വയർ ഡിവൈഡ് ബൈ Q2. എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം? 4 pi epsilon 0 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. പിന്നുള്ളത് Q1 ഡിവൈഡ് ബൈ Q2 ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ ഡിവൈഡ് ബൈ R1 സ്ക്വയർ. ഇവിടെ തൊട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് Q1 ഡിവൈഡ് ബൈ Q2 എന്ന് പറയുന്നത് എന്താണ്? R1 സ്ക്വയർ ഡിവൈഡ് ബൈ R2 സ്ക്വയർ. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ R1 സ്ക്വയർ ഡിവൈഡ് ബൈ R2 സ്ക്വയർ കിട്ടും. R1 സ്ക്വയർ R2 സ്ക്വയർ ക്യാൻസൽ ചെയ്തു, അതായത് 1 എന്ന് കിട്ടും. അതായത് E1 ഡിവൈഡ് ബൈ E2 ഈക്വൽ ടു 1. അതായത് E1 ഈസ് ഈക്വൽ ടു E2 എന്ന് കിട്ടി. E1 ഈസ് ഈക്വൽ ടു E2. അപ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്. അസേർഷനിൽ പറയുന്നത് the electric field intensity near their surface are also equal. അപ്പോൾ assertion correct ആണ്. ഇനി റീസൺ എന്താണ്? റീസൺ പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. കറക്റ്റ് ആണ്. അപ്പോൾ റീസണും അസേർഷനും കറക്റ്റ് ആണ്. ബട്ട് റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് അസേർഷൻ. ഓക്കെ, ഈ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ഈ റീസൺ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? The answer is B. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതില്? നെക്സ്റ്റ്, ഇലക്ട്രിക് ഫ്ലക്സ്. Electric flux through a surface is the number of electric lines of force passing normally through the surface. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്
ഒരു സർഫസിൽ നോർമൽ ആയിട്ട് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ആ പിക്ചർ ഒന്ന് ഓർമ്മയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സർഫസിനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ? പെനിട്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലക്സ് ഉണ്ടാവും. പെനിട്രേറ്റ് ചെയ്യാതെ അതിനെ പാരലൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവത്തില്ല. പെനിട്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി ആ കോൺസെപ്റ്റ്. അപ്പം ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? phi. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് റെപ്രസെന്റഡ് ബൈ phi ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ഈസ് സർഫസ് ഇന്റഗ്രൽ ഓഫ് E dot ds. E dot vector E dot ds. ഡോട്ട് പ്രോഡക്റ്റ് ആണ്, സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. ഓക്കെ. ആൻഡ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം. മറ്റ് യൂണിറ്റുകളാണ് ജൂൾ meter per coulomb or voltmeter. അപ്പോൾ യൂണിറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. Positive electric flux indicates that electric lines of force are directed outward, inward, either outward or inward, none of these. Positive electric flux indicates that electric lines of force are directed. എന്താണ് ആൻസർ? Flux produced by a positive charge is positive and flux produced by a negative charge is negative. So positive electric flux means the electric flux contributed by positive charge. Positive charge ആണെങ്കിൽ electric field lines ന്റെ direction അങ്ങോട്ടായിരിക്കും? ചാർജിൽ നിന്നും outward ആയിരിക്കും, ചാർജിൽ നിന്നും inward ആയിരിക്കും? For positive charge electric field lines ന്റെ direction അങ്ങോട്ടാണ്? പോസിറ്റീവ് ചാർജിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചാർജിൽ നിന്നും പുറത്തോട്ടാണ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിന്റെ കേസിൽ ഔട്ട്വേർഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ്, അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് പോസിറ്റീവ് ഇലക്ട്രിക് ഫ്ലക്സ്. സോ it is directed outwards. Nora, the answer is correct. If E equal to 6i cap plus 3j cap plus 4k cap, calculate the electric flux through a surface area of 20 units in zy plane. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് 6i cap plus 3j cap plus 4k cap ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫ്ലക്സ് ഏത് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്? 20 യൂണിറ്റ് സർഫസ് ഏരിയയുള്ള ഒരു സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. ആ സർഫസ് എവിടെയാണ്? ZY പ്ലെയിനിലാണ്. ഓക്കെ. നമുക്ക് പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ZY പ്ലെയിൻ അല്ലെങ്കിൽ YZ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ഈ സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങോട്ടാണ്. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ YZ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ YZ പ്ലെയിൻ അല്ലേ? അപ്പോൾ YZ പ്ലെയിനില് പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ ആയിരിക്കും? X ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ Yയും Z ഉണ്ട്, അതുകൊണ്ട് അതിന് പെർപെൻഡിക്കുലർ ആണ് X. അപ്പോൾ X ഡയറക്ഷനിലായിരിക്കും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ ഈ 20 യൂണിറ്റ്സ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? X ആക്സിസിലാണ്. X ആക്സിസിനെ നമുക്ക് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ I ക്യാപ്പ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സർഫസ് ഏരിയ വെക്ടറിനെ നമുക്ക് 20i ക്യാപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. 20i ക്യാപ്പ്. ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതാം. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു വെക്ടർ E ഡോട്ട് ds അല്ലെങ്കിൽ വെക്ടർ E ഡോട്ട് s എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 6i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് ആണ്. അതുപോലെ നിന്നും 20 ക്യാപ്പ്. അപ്പോൾ ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ റിസൾട്ട് എന്താണ്? I ഡോട്ട് I അല്ലെങ്കിൽ J ഡോട്ട് J അല്ലെങ്കിൽ K ഡോട്ട് K എല്ലാം 1 ആണ്. I ഡോട്ട് J യും
j dot k യും k dot i യും എല്ലാം 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 20 into 6 എന്ന് കിട്ടും. That is 120 i cap കിട്ടും. j cap dot i cap ഉം k cap dot i cap ഉം 0 ആയി പോകും. അതുകൊണ്ട് അതെല്ലാം 0 ആയി. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് 120 യൂണിറ്റ്സ് കിട്ടും. 120 യൂണിറ്റ്സ്. That is the answer. In a region, the intensity of the electric field is given by E is equal to 2i cap plus 3j cap plus k cap in Newton per Coulomb. The electric flux through a surface S is equal to 10i cap meter square in the region is. Answer എന്ന് പറഞ്ഞേ. വളരെ എളുപ്പമല്ലേ, നോക്കി പറയാലോ. The electric flux through the surface. Answer is option D. നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്. വേറെ ആൻസർ പറഞ്ഞു നോറ പറഞ്ഞു കറക്റ്റ്. ഓക്കെ. Consider a uniform electric field. E is equal to 3 into 10 raised to 3 I cap. 3 into 10 raised to 3 I cap ആണ്. It means electric field intensity is directed in x axis. Okay. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? What is the flux of this field through a square of 10 centimeter on a side whose plane is parallel to YZ plane. അപ്പം ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണ്. ആ സ്ക്വയറിന്റെ പ്ലെയിൻ അല്ലെങ്കിൽ സ്ക്വയർ ഇരിക്കുന്നത് YZ പ്ലെയിനിലാണ്. അപ്പോൾ നോർമലി YZ പ്ലെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ x ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ x ആക്സിൽ തന്നെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും x ആക്സിൽ തന്നെയാണ്. രണ്ടും സെയിം ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം തന്നെയാണ്, ഫ്ലക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സ്ക്വയറിന്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്, അതായത് 0.1 മീറ്റർ ആണ്. 0.1 മീറ്റർ അതിന്റെ സ്ക്വയർ എടുക്കണം, എങ്കിൽ മാത്രം 0.01 മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ. രണ്ടിന്റെയും ഡയറക്ഷൻ x ആക്സിസ് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ 30 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം എന്ന്. ഈ ഐ ക്യാപ്പും ജെ ക്യാപ്പും ഒക്കെ കാണുമ്പോൾ പേടിക്കണ്ട, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മാത്രം മതി. What is the flux through the same square if the normal to its plane makes a 60-degree angle with the x axis? അപ്പോൾ രണ്ടാമത്തെ കേസ് അവർ പറഞ്ഞിരിക്കുന്നത് സെയിം സ്ക്വയറിലൂടെ തന്നെയാണ്, എന്നാൽ നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറയുന്നത് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ x ആക്സിസുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഈ ഡോട്ട് ds നെ ഈ ഡെൽറ്റ എസ് അല്ലെങ്കിൽ ds ഇൻറ്റു കോസ് 60 എന്ന് എഴുതാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 15 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോം എന്ന്. ഇത് NCERT question ആണ്. Consider a uniform electric field E 3 into 10 raised to 3 I cap. What is the net flux through a cube of side 20 centimeter oriented so that its faces are parallel to the coordinates plane?
അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, അത് എക്സ് ആക്സിസിലാണ്. നമുക്കൊരു ക്യൂബിലൂടെയുള്ള, ക്യൂബിന്റെ സൈഡ് 20 സെന്റിമീറ്റർ ആണ്, ആ ക്യൂബിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് NCERT ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്തത് കാരണം ഞാൻ കൂടുതൽ ഡെപ്തിൽ പോകുന്നില്ല, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതിന്റെ ഒരു പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എക്സ് ആക്സിസിലാണ്. ഇവിടെ ഒരു ക്യൂബിനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ക്യൂബിന്റെ ഏതൊക്കെ സൈഡുകളിൽ, ക്യൂബിന് 6 സൈഡ്സ് ആണുള്ളത്, ആ 6 ഫേസസ് ആണുള്ളത്, ഈ ഫേസിലെ ഏതൊക്കെ ഫേസുകളിൽ ഇലക്ട്രിക് ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സ്പേസ് ഏതാണ്? അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിനെ പാരലായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിന് പാരലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സർഫസിനെ പെനിട്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫ്ലക്സ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ടോപ്പ് പോർഷനിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സർഫസിന് പാരലായിട്ടാണ് പോകുന്നത്, അവിടെ ഫ്ലക്സ് ഇല്ല. അതിന്റെ ബോട്ടം പോർഷനിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിന്റെ സർഫസിന് പാരലായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് അവിടെയും ഫ്ലക്സ് ഇല്ല. പിന്നെ ഈ സൈഡിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിന് പാരലായിട്ട് പോകും, ഫ്ലക്സ് ഇല്ല. ഇതിന്റെ മറുഭാഗം ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലായിട്ട് പോകും. അങ്ങനെ 4 ഫേസസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സർഫസിന് പാരലായിട്ട് പോകുന്നുണ്ട്, അവിടെ ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. പിന്നെ ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ പോർഷൻ ആണ്? ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ 2 പോർഷൻസിൽ മാത്രമാണ് ഇലക്ട്രിക് ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതാം. പക്ഷെ അവിടെ ഏരിയ വെക്ടർ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ സൈഡിൽ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ സൈഡിൽ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ സെയിം ഡയറക്ഷനിലാണ് ഈ സൈഡിൽ, എന്നാൽ ഈ സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കുകയും എന്താണ് ആൻസർ കിട്ടുന്നത്? ഫൈയുടെ ഇക്വേഷൻ എഴുതാം. ഈ ഡെൽറ്റ S1 cos 0 ഒന്ന് സെയിം ഡയറക്ഷൻ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഏരിയ ഡയറക്ഷനും സെയിം ആണ്, അതുകൊണ്ട് ആംഗിൾ 0 ആണ്. അപ്പോൾ cos 0 എന്ന് എഴുതാം. ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടാണ്, ഏരിയ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ആംഗിൾ 180 ഡിഗ്രി ആയി. വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ cos 180 -1 ആണ്, നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയി. അപ്പോൾ ഈ ക്യൂബിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ്. അപ്പം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് if some electric flux enters the cube, the same amount of flux leaves through the other face, so the net flux is 0. അപ്പോൾ ആ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലേക്ക് എത്ര ഫ്ലക്സ് കയറുന്നുണ്ടോ അത്രയും ഫ്ലക്സ് ആ ക്ലോസ് സർഫസിൽ നിന്നും പുറത്തോട്ടും പോകുന്നുണ്ട്, അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് 0 ആണ്. അപ്പോൾ ഒരു ക്ലോസ് സർഫസിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഫ്ലക്സ് എൻ്റർ ചെയ്യുന്നു അത്രയും ഫ്ലക്സ് പുറത്തോട്ട് പോകുന്നത് കാരണം ടോട്ടൽ ഫ്ലക്സ് ഈ ക്യൂബില് 0 ആണ്. അപ്പോൾ ആ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതിനെ പ്രൂവ് ചെയ്യുന്നത് ഈ എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A cylinder of radius r and length L is placed in a uniform electric field parallel to the axis of the cylinder. The total flux for the surface of the cylinder is given by. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A cylinder of radius r and length L. L ലെങ്തും r റേഡിയസുമുള്ള ഒരു സിലിണ്ടർ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? The axis of the cylinder ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സിലിണ്ടറിന്റെ ആക്സിസും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും പാരലൽ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ ദി സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ഈ സിലിണ്ടറിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായിരിക്കും ആൻസർ? നമ്മൾ ഇപ്പോൾ പഠിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ന്യൂമറിക്കലിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അനു ആൻസർ ചെയ്തിട്ടുണ്ട്. ദ ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ, ദ ആൻസർ ഈസ് 0. എന്തുകൊണ്ടാണ് 0 എന്ന് പറയുന്നത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്,
നമ്മൾ സിലിണ്ടർ എടുത്തു, ആ സിലിണ്ടറിന്റെ ആക്സിസും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും പാരലൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഏതൊക്കെ സർഫസിൽ ഫ്ലക്സ് ഉണ്ടാവും? അപ്പൊ ഫ്ലക്സ് ഉണ്ടാകുന്നത് എങ്ങനെ അറിയാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞത്? ഏതൊക്കെ സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന സർഫസിൽ മാത്രമേ ഫ്ലക്സ് ഉണ്ടാകത്തുള്ളൂ. അതിന് പാരലായിട്ട് സർഫസിന് പാരലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോയി കഴിഞ്ഞാൽ അവിടെ ഫ്ലക്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതൊക്കെ സർഫസിൽ പെനിട്രേറ്റ് ചെയ്യുന്നു? ഈ കർവ്ഡ് സർഫസ് നിങ്ങൾ നോക്കിക്കേ. ഈ കർവ്ഡ് സർഫസിൽ ഫ്ലക്സ്, കർവ്ഡ് സർഫസിനെ സംബന്ധിച്ചോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിന്റെ സർഫസിന് പാരലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ കർവ്ഡ് സർഫസ് യാതൊരുവിധ ഫ്ലക്സും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. എന്നാൽ ഈ ഫ്ലാറ്റ് സർഫസ്, ഈ രണ്ട് ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, അവിടെ നോക്കിക്കേ. ആ രണ്ട് ഫ്ലാറ്റ് സർഫസിലൂടെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ഫ്ലാറ്റ് സർഫസും ഇലക്ട്രിക് ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ, നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ഇവിടെ എത്ര ഫ്ലക്സ് ഇതിന്റെ അകത്ത് എൻ്റർ ചെയ്യുന്നുണ്ടോ അത്രയും ഫ്ലക്സ് ഇവിടെ നിന്നും ലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് എത്രയാണ്? നെറ്റ് ഫ്ലക്സ് 0 ആണ്. ഓക്കെ, the answer is 1. In the figure, the net electric flux through the area A is phi is equal to E dot A, vector E dot vector A. When the system is in air, on immersing the system in water, the net electric flux through the area. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. In the figure, the net electric flux through the area. ഏരിയ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് ഏരിയ. ഈ ഏരിയയിലുള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ ബേസിക് ഇക്വേഷൻ എഴുതിയിട്ടേ ഉള്ളൂ. phi is equal to E dot A നമുക്കറിയാവുന്നതാണ്. when the system is in air, എയറിലായിരിക്കുമ്പോൾ. ഇനി on immersing the system in water, ഈ സിസ്റ്റം അതേപോലെ തന്നെ നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫ്ലക്സിന് 0 ആകുമോ, ഇൻക്രീസ് ചെയ്യുമോ, റിമെയിൻസ് ദ സെയിം ആണോ, അതോ ഡിക്രീസ് ചെയ്യുമോ? ഏത് ഓപ്ഷൻ ആണ്? അല്ല, ഹിന്റ് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ്റെ അകത്ത് മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ എപ്സിലോൺ ആർ എവിടെയാണ് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് എപ്സിലോൺ ആർ വരുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q/r² ആണ്. അപ്പോൾ അതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷനിൽ ചേഞ്ച് വരും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q/r² ആണ്. വെള്ളത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/4 എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ r Q/r². അപ്പോൾ എപ്സിലോൺ r എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എവിടെ വന്നു? ഡിനോമിനേറ്ററിൽ വന്നു. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? എപ്സിലോൺ r എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിനോമിനേറ്ററിൽ വന്നുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സും ഡിക്രീസ് ചെയ്യും. അപ്പോൾ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ the answer is D. Okay. Next, Gauss's theorem. Gauss's theorem states that the total electric flux through any closed surface in free space is equal to 1/epsilon 0 times the net charge enclosed by the surface. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയുന്നത്? ഫ്ലക്സ് phi is equal to 1/epsilon 0 Q. ഫ്ലക്സിന്റെ മറ്റൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് സർഫസ് ഇന്റഗ്രൽ ഓഫ് E dot ds എന്നാണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് ഫ്ലക്സിന്റെ ഇക്വേഷൻ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സർഫസ് ഇന്റഗ്രൽ ഓഫ് E dot ds is equal to 1/epsilon 0 Q നേടാം. ഇനി ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇമാജിനറി സർഫസ് എടുക്കാറുണ്ട്. ആ ഇമാജിനറി ക്ലോസ്ഡ് സർഫസിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. ഇനി ഈ ഗോസസ് തിയറമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള പ്രധാനപ്പെട്ട
ഒന്ന് രണ്ട് പോയിന്റ്സ് നമ്മളൊന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണെന്ന് നോക്കാം. If the closed surface does not enclose any charge, then flux is equal to 0. നമ്മൾ എടുക്കുന്ന ക്ലോസ് സർഫസിന്റെ ഉള്ളിൽ ചാർജുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. If the closed surface does not enclose any charge, then phi equal to 0. If the closed surface contains two charges of equal magnitude but opposite sign, then phi equal to 0. ക്ലോസ് സർഫസിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് ചാർജുകളുണ്ട്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് 0. അതായത് ഒരു ഡൈപോൾ, ഒരു ക്ലോസ് സർഫസിനുള്ളിൽ ഡൈപോൾ ആണെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവില്ല. കാരണം എന്താ, പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ഫ്ലക്സ് ഉണ്ടാക്കുകയും നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് ഫ്ലക്സ് ഉണ്ടാക്കുകയും ചെയ്യും. അത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോഴും ഇതിന്റെ സർഫസിൽ ഫ്ലക്സ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ഇതാണ് തേർഡ് പോയിന്റ്. If the closed surface contain positive charges, then the flux is outward. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. If the closed surface contains positive charge ആണെങ്കിൽ ഫ്ലക്സ് ഔട്ട്വേർഡിലായിരിക്കും. If the closed surface contain negative charges, then the flux is inward. അഞ്ചാമത്തെ പോയിന്റ്, electric flux is independent of the size of the Gaussian surface. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. If the flux is independent, electric flux is independent of the size of the Gaussian surface. Gaussian surfaceന്റെ സൈസ്, Gaussian surface വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഫ്ലക്സ് അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. The charge placed outside the closed surface does not affect the net electric flux of the surface. ഒരു നമ്മൾ എടുക്കുന്ന ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസിന്റെ പുറത്തുള്ള ചാർജ്, ഔട്ട്സൈഡിൽ ഇരിക്കുന്ന ചാർജ് ഈ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സിനെ യാതൊരുവിധ ചേഞ്ചും വരുത്തില്ല. അതായത് ഒരു ഗോഷ്യൻ സർഫസിന്റെ പുറത്തിരിക്കുന്ന ചാർജ് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിനുള്ള എന്തുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്, കൺസിഡർ എ ചാർജ് പ്ലസ് ക്യൂ ഔട്ട്സൈഡ് എ ക്ലോസ് സർഫസ്. ഇവിടെ ഞാൻ ഒരു ക്ലോസ് സർഫസ് എടുത്തു, ആ ക്ലോസ് സർഫസിന്റെ ഔട്ട്സൈഡിലാണ് ഒരു ചാർജ് ഇരിക്കുന്നത്, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്നത്. In this case, the number of electric field lines entering the closed surface is equal to the number of electric field lines leaving the closed surface. Hence, the net electric flux of the closed surface is taken as 0. അപ്പോൾ പുറത്തിരിക്കുന്ന ചാർജ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് 0 ആവും അതുണ്ടാക്കുന്നത്. കാരണം എന്താ, എത്ര ഫ്ലക്സ് അവിടെ ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ അത്രയും ഫ്ലക്സ് അതിൽ നിന്നും ലീവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻ്റർ ചെയ്യുന്ന അത്രയും ഫ്ലക്സ് തന്നെ ലീവ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡിൽ ഇരിക്കുന്ന ചാർജ്, ക്ലോസ് സർഫസിന്റെ ഔട്ട്സൈഡിൽ ഇരിക്കുന്ന ചാർജ് യാതൊരുവിധ എഫക്റ്റും ഫ്ലക്സിൽ ഉണ്ടാക്കത്തില്ല. ക്ലിയർ? Gauss's theorem holds good for any closed surface of any shape. അപ്പം ഏത് ഷേപ്പിലുള്ളതായാലും, സൈസിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഏത് സൈസ് ഉള്ളതിലായാലും, സൈസോ ഷേപ്പോ ഗോഷ്യൻ സർഫസിന്റെ സൈസോ ഷേപ്പോ ഗോസസ് തിയറത്തിലെ ചേഞ്ച് വരുത്തത്തില്ല. അതായത് ഏത് ഷേപ്പിലുള്ളതായാലും ഏത് സൈസിലുള്ളതായാലും ഫ്ലക്സ് സെയിം ആയിരിക്കും. എട്ടാമത്തെ പോയിന്റ്, ഗോസസ് തിയറം ഈസ് വാലിഡ് ഫോർ സ്റ്റേഷനറി ചാർജസ് ആസ് വെൽ ആസ് ഫോർ മൂവിംഗ് ചാർജസ്. അപ്പോൾ മൂവ് ചെയ്യുന്ന ചാർജ് ആയിക്കോട്ടെ സ്റ്റേഷനറി ഇരിക്കുന്ന ചാർജ് ആയിക്കോട്ടെ, ഈ രണ്ടിടത്തും നമുക്ക് ഗോസസ് തിയറം വാലിഡ് ആണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. കാരണം ഇതിലെ ഓരോ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. The electric flux through a closed Gaussian surface depends upon. The electric flux through a closed Gaussian surface depends upon net charge enclosed and permittivity of the medium, net charge enclosed, permittivity of the medium and size of the Gaussian surface, net charge enclosed only, permittivity of the medium only. What is the answer? The answer is A. Electric flux in equation Gauss's theorem 1 by epsilon 0 q ആണ്, 1 by epsilon 0 q. അപ്പോൾ epsilon 0 ഡിപെൻഡ് ചെയ്യും അല്ലേ, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തെ ഡിപെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ചാർജിനെയും എൻക്ലോസ് ചെയ്യുന്ന ചാർജിനെയും ഡിപെൻഡ് ചെയ്യും.
അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ ദ നെറ്റ് ചാർജ് എൻക്ലോസ് ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, അത് റൈറ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, നെറ്റ് ചാർജ് എൻക്ലോസ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആൻഡ് സൈസിനെ ഡിപെൻഡ് ചെയ്യത്തില്ല, അത് റോങ് ആണ്. നെറ്റ് ചാർജ് ഓൺലി റോങ് ആണ്, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഓൺലി റോങ് ആണ്. അപ്പോൾ ദ ആൻസർ ഈസ് എ. The total electric flux emanating from a closed surface enclosed an alpha particle is alpha particle. അപ്പോൾ ഒരു Gaussian surface ആൽഫ പാർട്ടിക്കിൾ എൻക്ലോസ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ what is the total electric flux? ആൽഫ പാർട്ടിക്കിൾ ആണ്. ആൽഫ പാർട്ടിക്കിൾ മീൻസ് ഹീലിയം ന്യൂക്ലിയസ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2. അപ്പോൾ അവിടെ എത്ര ചാർജസ് ഉണ്ട്? ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ എത്ര പ്രോട്ടോൺസ് ഉണ്ട് അവിടെ? 2 പ്രോട്ടോൺസ് ഉണ്ട്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 2e ആണ്. അപ്പോൾ the answer is 2e by epsilon 0. കാരണം ഗോസസ് തിയറം q by epsilon 0 ആണ് ഗോസസ് തിയറം പറയുന്നത്. ഇവിടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 2e ആണ്. ഹീലിയം ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ 2 ചാർജസ് ആണുള്ളത്. 2e ആണ് ഇവിടുത്തെ ചാർജ്, ടോട്ടൽ ചാർജ്. അതുകൊണ്ട് the answer is A. അനുവിന്റെ ആൻസർ കറക്റ്റ് ആണ്, വേറെ ആരും ആൻസർ ചെയ്തിട്ടില്ല. If the electric flux entering and leaving an enclosed surface respectively is phi1 and phi2, the electric charge inside the surface will be the electric charge. അപ്പോൾ ഒരു ക്ലോസ് സർഫസിൽ എൻറ്റർ ചെയ്യുന്ന ഫ്ലക്സ് phi1 ഉം അതിൽ നിന്നും ലീവ് ചെയ്യുന്ന ഫ്ലക്സ് phi2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലോസ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എത്രയാണ്, Q എത്രയാണെന്നുള്ളത് ഗോസസ് തിയറത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുള്ളൂ. ഗോസസ് തിയറം phi is equal to 1 by epsilon 0 Q. അതിൽ Q കണ്ടുപിടിച്ചാൽ മതി. ആ Q ന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? Okay. The answer is D. അപ്പം ഇവിടെ phi2 മൈനസ് phi1 ആണ്. അത് നമ്മളെ ഡിഫറൻസ്, ഫ്ലക്സിന്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. കാരണം phi2 ഫ്ലക്സ് ലീവ് ചെയ്യുകയും phi1 ഫ്ലക്സ് എൻറ്റർ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫ്ലക്സിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? phi2 മൈനസ് phi1 ഈസ് ഈക്വൽ ടു 1 by epsilon 0 Q എന്ന് എഴുതാം. അതിൽ നിന്ന് Q ന്റെ ഇക്വേഷൻ എഴുതാം. Q ഈസ് ഈക്വൽ ടു phi2 minus phi1 into epsilon 0. The answer is D, right answer. This is NCERT exercise 1.17. പെട്ടെന്ന് പറയാം. Careful measurement of the electric field at the surface of a black box indicates that the net outward flux through the surface of the box is 8 into 10 raised to 3 Newton meter square per coulomb. What is the net charge inside the box? അപ്പം ഇവിടെ ഫ്ലക്സ് തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിലെ ചാർജ് കണ്ടുപിടിക്കണം. Okay. If the net outward flux through the surface of the box were 0, could you conclude that there were no charge inside the box? Why or why not? അപ്പം ഫസ്റ്റ് പാർട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലക്സ് തന്നിട്ടുണ്ട്, എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ചാർജിന്റെ വാല്യൂ നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന 0.07 മൈക്രോ കുളോം എന്ന് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. ഏതെങ്കിലും പോയിന്റ്സ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
അല്ലായെങ്കിൽ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോകും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if the net outward flux through the surface of the box were 0, could you conclude that there were no charge inside the box? അപ്പം ഫ്ലക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ബോക്സിൽ നിന്നും ഫ്ലക്സ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒക്കുമോ അതിൻ്റെ അത് ചാർജ് ഒന്നും ഇല്ല എന്ന് പറയാൻ ഒക്കുമോ? എങ്ങനെ പറയാൻ ഒക്കുമോ? അങ്ങനെ പറയാൻ ഒക്കില്ല. കാരണം എന്താ, അതിൻ്റെ അകത്ത് സെയിം എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജും സെയിം എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജും ആണ് ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഫ്ലക്സ് 0 ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് ആ ബോക്സിന്റെ ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. The electric flux through the surface, നാല് ഷേപ്പിലുള്ള ഗോഷ്യൻ സർഫസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുള്ള കൺക്ലൂഷൻ എന്താണ്? ഇൻ ഫിഗർ 4 the flux is largest. ഫിഗർ 4ൽ ഫ്ലക്സ് ലാർജസ്റ്റ് ആണ്. ഫിഗർ 3 is the least. ഫിഗർ 3 ഇതിലാണ് ഏറ്റവും ലീസ്റ്റ് എന്നുള്ളത്. ഫിഗർ 2 is same as figure 3 but is smaller than figure 4. is the same for all the figures. അപ്പോൾ ഫ്ലക്സിന് ഓരോ ഫിഗറിലും എങ്ങനെയായിരിക്കും ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? പല ഷേപ്പിലുള്ള ഗോഷ്യൻ സർഫസ് ആണ് എടുത്തിരിക്കുന്നത്. എവിടെയാണ് ഫ്ലക്സ് കൂടുതൽ? 4ത്തിലാണോ ഫ്ലക്സ് കൂടുതൽ, അല്ലെങ്കിൽ 3ഡിലാണോ ഏറ്റവും കുറഞ്ഞ ഫ്ലക്സ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ആൻസർ? ദ ആൻസർ ഇസ് ഡി. കറക്റ്റ് ആണ്. ബിക്കോസ് ഇവിടെ പല ഷേപ്പ് ഉണ്ട്, പക്ഷേ അതിന്റെ ഉള്ളിലിരിക്കുന്ന എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എല്ലാത്തിലും സെയിം ആണ്. +q ചാർജ് മാത്രമാണ് എല്ലാ ഫിഗേഴ്സിലും എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിനെയാണ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഗോഷ്യൻ സർഫസിന്റെ ഷേപ്പോ സൈസിനെയോ അല്ല. അത് കാരണം എല്ലാ ഷേപ്പിലൂടെയും വരുന്ന electric flux same ആണ്. The answer is D. Right. The total electric flux coming out of a unit positive charge put in air. Unit positive charge put in air is ഇവിടെ യൂണിറ്റ് ചാർജ് ആണ് വെക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to 1/epsilon 0 q ആണ്. ഇവിടെ q എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, 1 കുളോംബ് ആണ്. അപ്പോൾ q എന്ന് പറയുന്നത് 1 കുളോംബ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/epsilon 0 into 1 എഴുതാം, അല്ലെങ്കിൽ epsilon 0 raised to -1 എഴുതാം. The answer is B. Okay, right answer. NCERT exercise 1.18 ആണ്. A point charge plus 10 microcoulomb is at a distance 5 cm directly above the center of a square of side 10 cm as shown in the figure. What is the magnitude of electric flux through the square? ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. Think of the square as one of the face of a cube with edge 10 cm. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 10 മൈക്രോകൂളോം ചാർജ് ഒരു സ്ക്വയറിന്റെ മുകളിൽ ഇതാണ് സ്ക്വയർ. ഈ സ്ക്വയറിന്റെ മുകളിൽ 5 സെന്റിമീറ്റർ മാറി ഒരു 10 മൈക്രോകൂളോം ചാർജ് വെച്ചിരിക്കുന്നുണ്ട്. ഈ സ്ക്വയറിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഹിന്റ് ആണ് അവര് നൽകിയിരിക്കുന്നത്. ഈ സ്ക്വയറിനെ നമുക്ക് ഒരു ക്യൂബിന്റെ ഒരു ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ക്യൂബിന്റെ ഒരു ഫേസ്, ക്യൂബിന് 6 ഫേസസ് ഉണ്ട്, അതിൽ ഒരു ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ചാർജ് ആ ക്യൂബിന്റെ ഉള്ളിൽ സെന്ററിലായിരിക്കും ഈ ചാർജ് ഇരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. ക്യൂബിക്കൽ ഗോഷ്യൻ സർഫസ് എടുത്തിട്ട് അവിടെ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യൂബിന്റെ എല്ലാ സൈഡിലൂടെയുള്ള ഫ്ലക്സ് നമുക്ക് കിട്ടും. ആ ടോട്ടൽ ഫ്ലക്സിനെ അതിന്റെ ടോട്ടൽ ഫേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആ ക്യൂബ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ഈസ് 1/epsilon 0 q ആണ്. നമുക്ക് അതിലെ ഏതെങ്കിലും ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സിന്റെ 1/6 ആയിരിക്കും ഒരു ഫേസിലൂടെയുള്ളത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.88 into 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളോമീറ്റർ.
A charge q is placed at the center of a cube of side L. What is the electric flux passing through each face of the cube? Each face of the cube. Okay. മറ്റൊരു രീതിയിൽ ചോദിക്കാം, at the center of the cubical box plus q charge is placed, the value of the total flux that is coming out of a wall എന്നാണ്. Out of a wall. ഒരു വോളിൽ കൂടി കടന്നു വരുന്ന ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? ഏതാണ് ഓപ്ഷൻ? MCQന്റെ ആൻസർ എന്താണ്? Out of a wall. The answer is D. The answer is D. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. The answer is D. Okay. A point charge q is placed at the midpoint of a cube of side L. The electric flux emerging from the cube is. The electric flux emerging from the cube is. ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. എമർജിങ് ഫ്രം ദ ക്യൂബ് ആണ്, ഫ്രം ദി ക്യൂബ്, അല്ലാതെ ഒരു സൈഡോ ഒരു ഫേസോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് 1/ε0 q, 1/ε0 q. കൺഫ്യൂഷൻ ഉണ്ടാവണ്ട കേട്ടോ. ഓക്കെ, ഇത് പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, in figure, plus q charge is located at one of the edge of the cube. Then electric flux through the cube due to plus q charges. ഇപ്പോൾ ഇവിടെ ചാർജ് വെച്ചിരിക്കുന്നത് അതിന്റെ സെന്ററിലോ അതിന്റെ ഉള്ളിലോ ഒന്നുമല്ല, ഒരു എഡ്ജിലാണ് പ്ലസ് ക്യൂ ചാർജ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്, ഈ ക്യൂബിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാറ്റേണിലുള്ള 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിലെ മറ്റൊരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ചാർജ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്, ഒരു എഡ്ജിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഒരു എഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ക്യൂബിന്റെ ചുറ്റിനും നമ്മൾ വേറെ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ക്യൂബ് അങ്ങ് പ്ലേസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ക്യൂബേ ഉള്ളൂ, നമുക്ക് അതിന്റെ ഇപ്പുറത്തൊരു ക്യൂബ് വെക്കാം, ഇതിന്റെ മുകളിൽ ഒരു ക്യൂബ് വെക്കാം, ഇതിന്റെ മുകളിൽ ഒരു ക്യൂബ് വെക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ എഡ്ജിലുള്ള ചാർജ് ഈ ക്യൂബിന്റെ ഒക്കെ സെൻട്രലായി മാറും, ഉള്ളിലായി മാറും. എന്നിട്ട് നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഇതേ രീതിയിലുള്ള 4 ക്യൂബുകളാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. 4 ക്യൂബ്. ഈ 4 ക്യൂബിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്കറിയാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് 1/ε0 q ആണ്. ഈ 4 ക്യൂബിലൂടെയുള്ളയും ഇലക്ട്രിക് ഫ്ലക്സ് 1/ε0 q ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്യൂബിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഇവിടെ 4 ക്യൂബ് ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 4. സോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഈച്ച് ക്യൂബ്, അല്ലെങ്കിൽ ഏതെങ്കിലും എ സിംഗിൾ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? q/4ε0 q/4ε0. ഓക്കെ, അപ്പം ഇത്തരം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇതാണ് ഏറ്റവും എളുപ്പമാർഗം. അപ്പം ആൻസർ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാം. ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് ഒരു ക്യൂബിലൂടെ, ഏതെങ്കിലും ഒരു സിംഗിൾ ക്യൂബിലൂടെ ഉള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇനി അവർ ചോദിക്കാം ഈ ക്യൂബിന്റെ ഏതെങ്കിലും ഒരു സൈഡിലൂടെയുള്ള, ഏതെങ്കിലും ഒരു ഫേസിലൂടെയുള്ള ഒരു സിംഗിൾ ഫേസിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഫേസസ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഒരു ക്യൂബിന് 6 ഫേസസ് ആണുള്ളത്, ഈ ക്യൂബിനും 6 ഫേസസ് ഉണ്ട്, ഈ ക്യൂബിനും 6 ഫേസസ് ഉണ്ട്, അങ്ങനെ ടോട്ടൽ 4 ക്യൂബ്സ് ഉണ്ട്. 6 ഫേസസ് ഉള്ള 4 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ഫേസസ് വരുന്നു? 24 ഫേസസ് വരുന്നു. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആയ ഇതിന്റെ 1/24 ആയിരിക്കും ഒരു ഫേസിലൂടെ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാം. ക്ലിയർ ആയോ പറഞ്ഞത്? ചാർജ്
causes an electric flux of minus 1 into 10 raised to 3 Newton meter square per coulomb to pass through a spherical Gaussian surface of 10 centimeter radius centered on the charge. എന്താണ് പറഞ്ഞിരിക്കുന്നത്? A point charge causes an electric flux of minus 1 into 10 raised to 3 Newton meter square per coulomb. അപ്പം ഒരു പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. എത്ര ഇലക്ട്രിക് ഫ്ലക്സ്? ഇത്രയും ഇലക്ട്രിക് ഫ്ലക്സ്. ഇവിടെ മൈനസ് ആണ്. അപ്പോൾ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് പറയാം. To pass through a spherical Gaussian surface. ഒരു സ്പെറിക്കൽ Gaussian സർഫസിലാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത്. അതിന്റെ റേഡിയസും നൽകി തന്നിട്ടുണ്ട്. If the radius of the Gaussian surface were doubled, and how much flux would pass through the surface? അപ്പോൾ Gaussian സർഫസിന്റെ റേഡിയസ് ഡബിൾ ആക്കുകയാണെങ്കിൽ ഫ്ലക്സിൽ എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമതാണ് what is the value of the point charge? അതിന്റെ ഇൻസൈഡിൽ ഇരിക്കുന്ന പോയിന്റ് ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ Gaussian സർഫസിന്റെ സൈസ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഫ്ലക്സിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? വരില്ല. സൈസോ ഷേപ്പോ ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതുകൊണ്ട് Gaussian ഒരു സ്പെറിക്കൽ Gaussian സർഫസ് റേഡിയസ് വലുതാക്കി എന്ന് പറഞ്ഞ് ഫ്ലക്സിന് യാതൊരു ചേഞ്ചും വരത്തില്ല. പഴയ ഫ്ലക്സ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what is the value of point charge? അതിന്റെ ഉള്ളിലിരിക്കുന്ന പോയിന്റ് ചാർജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് Q is equal to 5 into 5 തന്നിട്ടുണ്ട്. എപ്സിലോൺസിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഇൻസൈഡിലിരിക്കുന്ന ചാർജ് നെഗറ്റീവ് ആണ്. minus 8.85 into 10 raised to minus 9 coulomb ചാർജ് ആണ് സ്പെറിക്കൽ Gaussian സർഫസിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. A charge Q is enclosed by a spherical surface of radius capital R. If the radius is reduced to half, how would the electric flux through the surface changes? ഇത് മറ്റൊരു രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. നേരത്തെ ഡബിൾ ചെയ്തു, ഇപ്പോൾ പകുതിയാക്കി. അവിടെയും ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഇത് പല രീതിയിൽ ചോദിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ തറവാകാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. A sphere S of radius R1 encloses a charge Q. There is another concentric sphere S2 of radius R2 where R2 is greater than R1 and there is no additional charge between S1 and S2. What is the ratio of electric flux through S1 and S2? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു സ്പിയർ S എന്ന് പറയുന്ന ഒരു സ്പിയർ, അതിന്റെ റേഡിയസ് R1 ആണ്. അതിലെ Q എന്ന് പറയുന്ന ചാർജ് എൻക്ലോസ് ചെയ്തിരിക്കുന്നു. There is another concentric sphere S2 of radius R2. മറ്റൊരു സ്പിയർ ഉണ്ട് S2, അതിന്റെ റേഡിയസ് R2 ആണ്. R2 എന്ന് പറയുന്നത് R1നേക്കാൾ വലുതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ S2 എന്ന് പറയുന്ന സ്പിയറിന്റെ ഉള്ളിലാണ് S1 എന്ന് പറയുന്ന സ്പിയർ ഇരിക്കുന്നത്. There is no additional charge between S1 and S2. S1 to S2 ന്റെ ഉള്ളിൽ ഈ ഗ്യാപ്പിലൊന്നും വേറെ ചാർജുകളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ what is the ratio of electric flux through S1 and S2? അപ്പോൾ ഈ രണ്ട് ക്ലോസ് സർഫസിന്റെയും ഉള്ളിൽ Q എന്ന് പറയുന്ന ചാർജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് സ്പെറിക്കൽ Gaussian സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് സെയിം ആണ്. ഓക്കെ, സെയിം ആണ്. അതുകൊണ്ട് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. An electric dipole is put in north-south direction in a sphere filled with water. Which statement is correct? An electric dipole is put in north-south direction in a sphere filled with water. What is it? Which statement is correct? Electric flux is coming towards sphere. Electric flux is coming out of sphere. Electric flux entering into the sphere and leaving the sphere are same. Water does not permit electric flux to enter into the sphere. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? യെസ്, ദ ആൻസർ ഈസ് സി. സി എന്ന് പറയുന്ന ആൻസർ ആണ് കറക്റ്റ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ ആണ് ഇരിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ ആയപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് സ്പിയറിൽ എൻറ്റർ ചെയ്യുന്ന ഫ്ലക്സും ലീവ് ചെയ്യുന്ന ഫ്ലക്സും സെയിം ആയിരിക്കും. ദ ആൻസർ ഈസ് സി, റൈറ്റ് ആൻസർ. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പോട്ടെ.
Figure shows 3 point charges plus 2q minus q plus 3q. Two charges plus 2q and minus q are enclosed within the surfaces. What is the electric flux due to this configuration through the surfaces? Total electric flux എത്രയാണെന്നും total electric flux കണ്ടുപിടിക്കാൻ വേണ്ടി ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ക്ലോസ് സർഫസിന് ഉള്ളിലുള്ള ചാർജ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഒരു പ്ലസ് 2q ചാർജും മൈനസ് q ചാർജുമാണ്. അതുകൊണ്ട് നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ഗോഷ്യൻ സർഫസ് ഈസ് q പ്ലസ് q. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് q ബൈ എപ്സിലോൺ 0 തന്നെയാണ്. ഷേപ്പിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണ്ട, ഔട്ട്സൈഡിലുള്ള ചാർജിനെ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. Assertion: 4 point charges Q1, Q2, Q3 and Q4 are as shown in the figure. The flux over the shown Gaussian surface depends only on the charge Q3 and Q4. അപ്പോൾ ഇവിടെ 4 ചാർജസ് ഉണ്ട്. ഇതാണ് Q1, ഇതാണ് Q2, ഇതാണ് Q3, ഇതാണ് Q4. അപ്പം രണ്ട് ചാർജ് Q1 ഉം Q2 ഉം ഇൻസൈഡ് ആണ്, Q3 ഉം Q4 ഉം ഔട്ട്സൈഡിലാണ്. The flux over the shown Gaussian surface depends only on the charge Q3 and Q4. ഈ ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസിൽ ഉള്ള ഫ്ലക്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് Q3 ഉം Q4 ഉം ആണെന്നുള്ളതാണ് അസേർഷൻ. റീസൺ എന്താ പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദി ഗോഷ്യൻ സർഫസ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ചാർജ് Q1 ആൻഡ് Q2. ഗോഷ്യൻ സർഫസിലുള്ള എല്ലാ പോയിന്റ്സിലെയും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് Q1 ഉം Q2 നെ മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നത്. അതായത് അതിനുള്ളിൽ ഇരിക്കുന്ന ചാർജിനെ മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആൻസർ? ഇതിൽ രണ്ടും തെറ്റാണ്. എന്തുകൊണ്ടാണ് രണ്ടും തെറ്റെന്ന് പറയുന്നത്? ഒന്ന്, assertion പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് ഡിപെൻഡ്സ് ഓൺ Q3 ആൻഡ് Q4. Q3 ഉം Q4 ഉം ഔട്ട്സൈഡിലാണ്, അത് ഫ്ലക്സ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല, ഇൻസൈഡിലുള്ള ചാർജ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്തുള്ളൂ. അപ്പം assertion wrong ആണ്. റീസൺ: ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദി ഗോഷ്യൻ സർഫസ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ ചാർജ് Q1 ആൻഡ് Q2. ഈ Q1 ഉം Q2 ഉം മാത്രമാണ് ഇതിന്റെ ഗോഷ്യൻ സർഫസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അവിടെയുള്ള എല്ലാ ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനൊക്കും. അല്ലാതെ അതിനുള്ളിലുള്ള മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ അതുകൊണ്ട് അതും റോങ് ആണ്. എയും ആറും റോങ് ആണ്. ദ ആൻസർ ഈസ് ഡി. The surface density on the copper sphere is sigma. The electric field strength on the surface of the sphere. ഒരു കോപ്പർ സ്പിയർ തന്നിട്ടുണ്ട്. കോപ്പർ സ്പിയർ, ആ കോപ്പർ സ്പിയറിന്റെ സർഫസ് ഡെൻസിറ്റി സിഗ്മ ആണ്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓൺ ദ സർഫസ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓൺ ദ സർഫസ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് സിഗ്മയുടെ ടേമിലാണ് എഴുതേണ്ടത്. സിഗ്മയുടെ ടേമിൽ എഴുതാൻ വേണ്ടി നമുക്ക് ഗോസസ് തിയറത്തിൽ നിന്നും ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതാം. Surface integral of E dot ds is equal to 1 by epsilon 0 q. ഇവിടെ ഇന്റഗ്രൽ ഓഫ് ds എന്ന് പറയുന്നത് എന്താണ്? ഈ സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത്, ഈ സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ഏരിയ കിട്ടുക. അതിന്റെ ക്യാപിറ്റൽ ആർ റേഡിയസ് ആണെങ്കിൽ 4πr² എന്ന് എഴുതാം. അപ്പോൾ 4πr² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? q divided by 4π epsilon 0 divided by epsilon 0 എന്ന് എഴുതാം. എന്താണ് q divided by 4π epsilon 0? അതായത് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ, അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അതുകൊണ്ട് ഈ ന്യൂമറേറ്ററിന് പകരം നമുക്ക് സിഗ്മ എന്ന് കൊടുക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ കിട്ടി. E is equal to sigma by epsilon 0. The answer is D. ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം. അതിലെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഒരു സ്ട്രെയിറ്റ് വയറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. E is equal to 1 by 4π epsilon 0 into 2 lambda by r. ഓക്കെ, അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഇയും ആറും നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേ രീതിയിലായിരിക്കും കിട്ടുക. ബിക്കോസ് ഇക്വേഷൻ ഇതാണ്. അപ്പം E is
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അപ്പോൾ ഇയും ആറും തമ്മിലുള്ള ഗ്രാഫ് ഇതേ രീതിയിലായിരിക്കും കിട്ടുക. അതിന്റെ ഒരു MCQ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. The ER curve of an infinite linear charge distribution will be. ഇൻഫൈനൈറ്റ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ER curve നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ER curve എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒരു ഹൈപ്പർബോളിക് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. The answer is C. രണ്ടാമത്തെ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ പഠിച്ചത് ഒരു തിൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് പഠിച്ചത്. അതിന്റെ ഇക്വേഷൻ E is equal to sigma by 2 epsilon 0 എന്നായിട്ട്. sigma by 2 epsilon 0. ഈ ഇക്വേഷൻ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. The electric field intensity at a closed point due to an infinite plane sheet of charge is independent of the distance of the point from the sheet. Is independent of the distance of the point from the sheet. അതായത് ഈ ഷീറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഈ ഇക്വേഷനിൽ ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേം ഒന്നുമില്ല. അതായത് ഈ ഷീറ്റിന്റെ നിയർ ബൈ പോയിന്റിലും കുറച്ച് അകലെയുള്ള പോയിന്റുകളിലും ഒക്കെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ സെയിം ആണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ പഠിച്ചിരുന്നു. ഒരു ഫൈനൈറ്റ് തിക്നെസ് ഉണ്ടെങ്കിൽ, ഇത് വളരെ ഇൻഫൈനൈറ്റ് തിക്നെസ് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. ഒരു ഫൈനൈറ്റ് തിക്നെസ്, ഒരു ചെറിയൊരു തിക്നെസ് ഉള്ള ഒരു സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ കിട്ടുക E is equal to sigma by epsilon 0 ആണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് തിൻ ആണെന്നുണ്ടെങ്കിൽ sigma by 2 epsilon 0 ആണ്. എന്നാൽ ഒരു ചെറിയ ഫൈനൈറ്റ് തിക്നെസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ sigma by epsilon 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. The electric field near a conducting surface ആണ്. അപ്പോൾ അതൊരു ഫൈനൈറ്റ് തിക്നെസ് ഉള്ള ഒരു സർഫസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Sigma by epsilon 0 and is parallel to the surface. 2 sigma by epsilon 0 and parallel to the surface. Sigma by epsilon 0 normal to the surface. 2 sigma by epsilon 0 normal to the surface. ഇപ്പം ഏതാണ് ആൻസർ? നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് C ആണ് ആൻസർ. Sigma by epsilon 0 ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സർഫസിന് നോർമൽ ആയിരിക്കും. നമ്മൾ തിയറി പറഞ്ഞായിരുന്നല്ലോ, ആ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ നമ്മൾ വരച്ചതാണ്. സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുക. ദ ആൻസർ ഈസ് സി. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് രണ്ട് പ്ലേറ്റ് ഉണ്ട്. ആ രണ്ട് പ്ലേറ്റിന്റെ 3 സ്പേസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഫസ്റ്റ് പാർട്ടിലും തേർഡ് പാർട്ടിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിട്ട് വരും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ളത് അതിന്റെ മിഡിലിൽ മാത്രമേ ഉള്ളൂ, സെൻട്രൽ പോർഷനിൽ മാത്രമാണ്. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇതാണ് നമ്മൾ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എടുക്കുന്നത്. അപ്പം E is equal to sigma by epsilon 0 ആണ് ഈ റീജിയനിൽ വരുന്നത്. അതിന്റെ ന്യൂമറിക്കൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. Two parallel large thin metal sheet have equal surface densities 26.4 into 10 raised to minus 12 coulomb per meter square of opposite side. The electric field between these sheet. അപ്പം രണ്ട് ഷീറ്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ ബൈ എപ്സിലോൺ 0. ആൻസർ നമുക്ക് 3 ന്യൂട്ടൺ പെർ കുളം ഉണ്ട്. 3 ന്യൂട്ടൺ പെർ കുളം. ഓക്കെ. A hollow sphere of charge does not produce an electric field at any interior point, outer point, beyond 2 meter, beyond 10 meter. A hollow sphere of charge does not produce an electric field at any. എന്താണ് ആൻസർ? ഒരു ഹോളോ സ്പിയർ ഓഫ് ചാർജ്. ഒരു ഹോളോ സ്പിയർ, അതിന്റെ സർഫസിൽ മുഴുവനും ചാർജ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇല്ലാത്തത്? അതിന്റെ ഉള്ളിലായിരിക്കും. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ പഠിച്ചല്ലേ, അതിന്റെ ഇന്റീരിയർ പോയിന്റിലാണ്
ഇന്റീരിയർ പോയിന്റിലാണ് യാതൊരുവിധ ഇലക്ട്രിക് ഫീൽഡും ഇല്ലാത്തത്. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതി. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയും MCQ തൽക്കാലം നോക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലെ MCQs നോക്കാം.